യോഗ ഗുരുക്കന്മാരും ആത്മീയ ആചാര്യന്മാരും ചമഞ്ഞ് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കരാട്ടെ അധ്യാപകന്റെ സൈക്കോളജിക്കൽ ചൂഷണത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. എടവണ്ണപ്പാറയിൽ 17-കാരിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി അറസ്റ്റിലാവുമ്പോൾ ചുരുളഴിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. രക്ഷകഭാവം ചമഞ്ഞ് മാനസികമായി ആധിപത്യമുറപ്പിച്ചായിരുന്നു ഇയാളുടെ പീഡനം. നേരത്തെയും പോക്സോ കേസിൽ ഇയാൾ ആരോപിതനായിട്ടുണ്ട്. 17-കാരിയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് പോലീസ് നടപടി. 2 ദിവസം മുൻപാണ് പെൺകുട്ടിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. കരാട്ടെ അധ്യാപകൻ പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി വീട്ടുകാരോട് നേരത്തെ പറഞ്ഞിരുന്നു. തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ആയിരുന്നു പെൺകുട്ടിയുടെ മരണം. പരാതി നൽകിയതിന് പിന്നാലെ പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഇതേ തുടർന്ന് പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിനിടെയാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ടെടുക്കുമ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. വെള്ളം കുറഞ്ഞ ഭാഗത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. 3.5 വർഷം മുൻപാണ് പെൺകുട്ടി കരാട്ടെ പഠിക്കാൻ പോയി തുടങ്ങിയത്. കരാട്ടെ അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിക്കാറുണ്ടെന്ന് ഈയിടെയാണ് അറിഞ്ഞത് എന്നാണ് സഹോദരിമാർ പോലീസിന് നൽകിയ മൊഴി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കരാട്ടെയുടെ പാഠങ്ങളാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു അധ്യാപകന്റെ ലൈംഗിക ചൂഷണമെന്നാണ് പോലീസ് പറയുന്നത്. താൻ നിങ്ങളുടെ ഗുരുവും ദൈവവുമാണെന്നും നിങ്ങളുടെ ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായിട്ടുള്ളതാണെന്നും പ്രതി പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. നെഞ്ചത്ത് കൈവച്ചാലാണ് ഗുരുവിന് നിങ്ങളെ അറിയാൻ കഴിയുക എന്നും നിങ്ങളെ പൂർണ്ണമായും ഗുരുവിന് സമർപ്പിക്കണമെന്നും പിന്നീട് പ്രതി ആവശ്യപ്പെടും. ഗുരുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന പ്രതി തുടർന്ന് നിങ്ങൾ ഇനി ആരുടേതാണ് എന്ന് ചോദിക്കുന്നതോടെ മാഷിന്റേതാണ് എന്ന് കുട്ടികൾ ഒന്നടങ്കം മറുപടി പറയുകയും ചെയ്യും. ഗുരുവായ താൻ പെൺകുട്ടികളുടെ ദേഹത്ത് തൊടുമ്പോൾ തന്നെ അത് മോശമല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. റിലാക്സേഷൻ വർക്ക് എന്ന് പറഞ്ഞ് ശരീര വളർച്ചയെത്തിയ പെൺകുട്ടികളുടെ ദേഹത്ത് ഇയാൾ കയറിയിരിക്കുമായിരുന്നു. ഇയാൾ പെൺകുട്ടികളുടെ ദേഹത്ത് തടവുകയും അവരെ പരസ്യമായി ചുംബിക്കുകയും ചെയ്തിരുന്നുവെന്നും മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തി. കരാട്ടെ അധ്യാപകന്റെ പീഡനത്തിൽ മാനസികമായി തകർന്നതോടെയാണ് 17-കാരി താൻ നേരിട്ട ദുരവസ്ഥ സഹോദരിമാരോട് വെളിപ്പെടുത്തുന്നത്. ഇതിനുശേഷമായിരുന്നു കുടുംബം അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കാൻ മുന്നോട്ട് വന്നത്. കുട്ടി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും നേടിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.